കേരളത്തിൻ്റെ പരമ്പരാഗത വാസ്തുവിദ്യയുടെയും സംസ്കാരത്തിൻ്റെയും പ്രൗഢി വിളിച്ചോതുന്ന ഒരു പഴയ തറവാട്ടിലേക്കാണ് ഈ മഴക്കാലത്തെ യാത്ര. 4 കെട്ടുകളും 8 കെട്ടുകളും ചിതലുകളായി മാറിക്കൊണ്ടിരിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ ഇത്തരം വീടുകളുടെ കാഴ്ചകളെന്നും പുതുമയുള്ളതാണ്. വെട്ടുകല്ലുകൾ പാകിയ മഴ നനഞ്ഞ വഴികളിലൂടെ കടന്ന് ഈ മുറ്റത്തേക്ക് എത്തിച്ചേരുമ്പോൾ മനസ്സിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു ആനന്ദം നൃത്തമാടുകയായിരുന്നു. തലയുയർത്തി നിൽക്കുന്ന ഒരു പഴയ തറവാട്, 4 വശവും പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി രമണീയമായ അന്തരീക്ഷം. വീട്ടുമുറ്റത്തെ മനോഹരമായ പ്രകൃതി വിരിച്ച പുൽത്തകിടി തറവാടിൻ്റെ ഭംഗിക്ക് മാറ്റുകൂട്ടുന്നു. വിശാലമായ കോലായയിൽ അല്പനേരം തറവാട്ടിൻ്റെ ഐതിഹ്യങ്ങളും ചരിത്രങ്ങളെയും കുറിച്ച് ചോദിച്ചറിയാൻ ശ്രമിച്ചു. പാലക്കാട് ജില്ലയിലെ വെള്ളിനഴി എന്ന മനോഹരമായ കലാഗ്രാമം. ആ ഗ്രാമത്തിൽ വെങ്ങാലിൽ തറവാടാണ് ഈ കാണുന്നത്. വെള്ളിനഴിയിൽ ഏറ്റവും പഴക്കം ചെന്ന ഒരു നായർ പരമ്പരയിൽ ഉള്ള വീടാണ് ഇത്. സാമൂതിരിയാൽ മേനോൻ പദവി ലഭിച്ചവരാണ് ഇവരത്രേ. ഏകദേശം 17-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ സാമൂതിരിയുടെ പടയോട്ടക്കാലത്ത് വള്ളുവനാടിൻ്റെ പല ഭാഗങ്ങളും അദ്ദേഹം തൻ്റെ അധീനതയിലാക്കിയിരുന്നു. താൻ അധീനതയിലാക്കിയ പല ഭാഗങ്ങളും നോക്കാൻ ഓരോ കുടുംബങ്ങളെ കോഴിക്കോട് നിന്നും കൊണ്ടുവന്നു. ആ ഭാഗങ്ങളിൽ അവർക്ക് ഭൂമി പതിച്ചു നൽകി, സ്ഥാനി പദവി നൽകി. അങ്ങനെ വാഴിച്ച കുടുംബങ്ങളിൽ ഒന്നാണ് വേങ്ങാലിൽ പരമ്പര. ധാരാളം ഭൂസ്വത്തിനും ഉടമസ്ഥരായിരുന്നു ഇവർ. കൃഷിക്ക് പ്രാമുഖ്യം കൊടുത്തവരായിരുന്നു അത്രേ ഈ കുടുംബം. 300 വർഷത്തോളം പഴക്കമുള്ളതാണ് ഈ ചെറിയ 4 കെട്ട്. താഴത്തെ നിലയിലുള്ള മച്ചിൽ പനംകുറിശി ഭഗവതിയെ ആരാധിക്കുന്നുണ്ട്. മുകളിലെ നിലയിലുള്ള മച്ചിൽ കാരണവന്മാരെയും ആരാധിക്കുന്നു. വേങ്ങാലിൽ വേട്ടക്കരൻ ക്ഷേത്രവും വേങ്ങാലിൽ ശിവക്ഷേത്രത്തിൻ്റെയും ഊരാളന്മാരാണിവർ. പഴയ നാട്ടുരാജ്യങ്ങളും ചരിത്രങ്ങളും കാർഷികതയും ചരിത്രങ്ങളുടെ ഓർമ്മകളായി മാറുന്ന ഈ കാലഘട്ടത്തിൽ വാമൊഴി കഥകളും ഐതിഹ്യങ്ങളും തേടിയുള്ള ഒരു പാലക്കാടൻ മഴയാത്ര. കുറച്ചു നേരം ആ തറവാടിൻ്റെ പഴയ ചരിത്രങ്ങളും വിശേഷങ്ങളും ചോദിച്ചറിഞ്ഞ് കഥകളും കേട്ട് സമയം പോകുന്നതേ അറിയാതെ മഴയെ നോക്കി ഇരുന്നു. മഴയും നടുമുറ്റങ്ങളും കാവുകളും കഥ പറയുന്നുണ്ടായിരുന്നു. പാലക്കാടൻ ചന്തമുള്ള തറവാടിൻ്റെ മധുരമുള്ള കഥകൾ. അപ്പോഴും മഴ സ്നേഹത്തോടെ പെയ്യുന്നുണ്ടായിരുന്നു. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരാം.